നമുക്കിനി നമ്മുടെ ഒരു കോളറിലേക്ക് പോയാലോ പ്രജൻ? യെസ്. സൗദിയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. എവിടെ വരട്ടെ? റജി ആണ് പ്രേക്ഷകനായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത്. റജി, യെസ് റജിയേട്ടാ നമസ്കാരം. ചേട്ടാ സുഖല്ലേ? നമസ്കാരം. 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 ആ സൗദിയിൽ എവിടെയാണ്? സൗദിയിൽ അൽക്കോബാർ. ആൽക്കോബാർ, ഓക്കെ. ആ വിത്ത് ഫാമിലി ആണല്ലേ? അവിടെ കുടുംബം ഒക്കെ ഉണ്ടല്ലേ? ഉണ്ട്, കുടുംബം ഇവിടെ ഉണ്ട്. ആ ആരൊക്കെ ഉണ്ട് ഇപ്പൊ പറയൂ. ഇത് മകള് ജാസ്മിൻ, മകൻ നാട്ടിൽ പോയിരിക്കുകയാണ്. ആഹാ. +2 കഴിഞ്ഞ് നാട്ടിൽ പോയി. ആ. മകള് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ഇന്ത്യൻ ബസീൽ സ്കൂളില്. ആ ഹായ് മോളെ. ഹായ്. ചേട്ടന്റെ വൈഫ്? ആ വൈഫ് ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആഹാ. ചേട്ടൻ ഡ്യൂട്ടിയിലാണ്. എന്ത് ചെയ്യുന്നു? ചേട്ടൻ എന്ത് ചെയ്യുന്നു അവിടെ? ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ. എണ്ണപ്പാടത്താണ്. അതെ അതെ, സൗദി എന്ന് പറയുമ്പോൾ തന്നെ. നാട്ടിലെവിടെയാട്ടാ? നാട്ടില് നാട്ടില് കൊല്ലം കൊട്ടാരക്കര. ആഹാ. അപ്പോ നാട്ടിലേക്കൊക്കെ എങ്ങനെയാണ് വരാറുള്ളത്? എല്ലാ വർഷവും നാട്ടില് വരും? അടുത്ത മാസം ആ. എല്ലാ വർഷവും വരും. അടുത്ത മാസം 15-ാം തീയതി നാട്ടിൽ വരും. ഇപ്പൊ സ്കൂൾ വെക്കേഷൻ ടൈമാണ്. ആ, അതെ അതെ. അപ്പൊ തയ്യാറെടുത്ത് ഈ നിൽക്കുവാണ്. അൽക്കോബാർ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. സൗദിയിലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. അവിടെയൊക്കെ നമ്മള് ഈ സൗദിയുടെ മറ്റ് ഭാഗങ്ങളിലുള്ളവരൊക്കെ അൽക്കോബാറിലേക്കൊക്കെ പോകുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ അവിടുത്തെ ഇപ്പൊ എത്ര വർഷമായി അവധി ചേട്ടാ അവിടെ? ആഘോഷമൊക്കെ? ആ ഇപ്പൊ നല്ല ചൂടാണ്. അപ്പോൾ ഇപ്പൊ നല്ല ചൂടാണ്. ആ. ടെമ്പറേച്ചർ, ഇപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലേ? നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ. അതെ. നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയാറുണ്ടോ? എങ്ങനെയാണ് അത് അറിയുന്നത്? ഞങ്ങൾ 24 എപ്പോഴും തന്നെയാണോ? കാണുന്ന ഒരു വാർത്ത 24 ന്യൂസ് ആണ് എപ്പോഴും കാണുന്ന ഒരു വാർത്ത. ഡ്യൂട്ടിയിലായാലും ഇടയ്ക്ക് എല്ലാം ഓൺലൈനിൽ കയറി കാണാറുണ്ട് ന്യൂസ് ഒക്കെ. ആഹാ ആഹാ. അപ്പൊ ഒരുപക്ഷെ നാട്ടിൽ നിന്ന് ഇപ്പൊ കാണുന്നുണ്ടാവും കേട്ടോ. രജി ചേട്ടന്റെ വീട്ടുകാരും സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? കാണുന്നുണ്ടാവും. ആ എല്ലാവരെയും ഓരോ ദിവസവും നാട്ടിൽ നിന്ന് കേൾക്കുന്നത് വളരെ കൂടുതലും ദുഃഖകരമായ വാർത്തകളാണ് കേൾക്കുന്നത്. അതെ അതെ അതെ, ശരിയാണ്. അപ്പൊ ഇവിടെ വലിയ മഴ ദുരിതമാണ് ഇപ്പൊ എല്ലായിടത്തും. പ്രത്യേകിച്ച് ഈ വടക്കൻ ജില്ലകളിലാണ്, തെക്കോട്ട് കുറവാണ്. അവിടെ നല്ല ചൂടായിരിക്കുമ്പോ ഇവിടെ നല്ല തകർത്ത് മഴ പെയ്യാണ്. മഴ പെയ്യാണ്. അതെ അതെ അതെ. മറ്റൊരു മഴക്കാലം കൂടി. അപ്പൊ ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും 24 കാണണം. അവതരണവും ഇടയ്ക്കുള്ള പാട്ടൊക്കെ വളരെ നല്ല രസമാണ് കേൾക്കുവാനും. സന്തോഷം ചേട്ടാ. ഇതിനെ തന്നെ ഇരുത്തി ആ. കേൾപ്പിക്കും. ആ, ഓ സുഖം. സുഖാണ് മോളു. സുഖാണ് മോക്ക് സുഖാണ്. സുഖല്ലേ? ജാസ്മിൻ എന്നല്ലേ പേര്? അതെ. ആ നാളെ സ്കൂളിൽ പോണോ? ഇല്ല, ഇവിടെ സമ്മർ വെക്കേഷൻ. സമ്മർ vacation വെക്കേഷൻ start തുടങ്ങി. ചെയ്ത് അതെ കഴിഞ്ഞു. അതെ. Okay, okay, fine. കൺട്രീസിലെ സമ്മർ വെക്കേഷൻ തുടങ്ങി. അപ്പം നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണല്ലേ? ആ, ആ അപ്പൊ എല്ലാ ദിവസവും 24 കാണണം കേട്ടോ. ഇപ്പൊ വെക്കേഷൻ അല്ലേ? കാണാറുണ്ട്. ആ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഗുഡ് നൈറ്റ്. വിളിച്ചതിന് നന്ദി. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. സൗദിയിൽ നിന്ന് രജിചേട്ടനും മകൾ ജാസ്മിനുമാണ് വിളിച്ചത്. Yes. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയായിരുന്നു. അപ്പം ഇങ്ങനെ നിങ്ങൾക്കും നമ്മളോട് വിളിച്ചിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഒപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കാം. അപ്പം ഞങ്ങൾ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരുടെ കോൾ.